ഇറാനിലെ US സൈനിക ഇടപെടൽ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാക്കാതെ ട്രംപ് ഭരണകൂടം ആശങ്കയറിയിച്ച് ഡെമോക്രാറ്റുകൾ. ഇറാനിലെ US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണങ്ങളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി US ഡെമോക്രാറ്റിക് ജനപ്രതിനിധികൾ. യുദ്ധത്തിന് ലക്ഷ്യമെന്താണെന്നോ എത്ര കാലം നീണ്ടു നിൽക്കുമെന്നോ വ്യക്തമാക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ലെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടന്ന അടച്ചിട്ട മുറിയിലെ ചർച്ചകൾക്ക് ശേഷമാണ് സെനറ്റർമാർ തങ്ങളുടെ ആശങ്ക പരസ്യമായി പ്രകടിപ്പിച്ചത്. ഫെബ്രുവരി 28-നാണ് ഇറാനിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണം ആരംഭിച്ചത്. ഇതിനുശേഷം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്കായി രഹസ്യ സ്വഭാവമുള്ള വിശദീകരണ യോഗങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ യുദ്ധത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണെന്നതിനെക്കുറിച്ച് ഭരണകൂടത്തിന് യാതൊരു ധാരണയുമില്ലെന്ന് ഈ യോഗത്തിന് ശേഷം സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രസിഡന്റ് ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാറായെന്ന് അവകാശപ്പെടുമ്പോൾ മറുവശത്ത് അത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാനിൽ അമേരിക്കൻ കരസേനയെ വിന്യസിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകളും ഡെമോക്രാറ്റുകളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. രാജ്യത്തെ 15 ദശലക്ഷം പൗരന്മാർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ പണമില്ലാത്ത ഭരണകൂടം ഇറാനിൽ ബോംബിടാൻ പ്രതിദിനം $1 ബില്യൺ ചെലവ്